കോഴിക്കോട് മാറാട് കൈതവളപ്പിൽ അങ്കണവാടി ടീച്ചർ 4 വയസ്സുകാരനെ മർദ്ദിച്ചതായി പരാതി. സ്റ്റീൽ സ്കെയിൽ കൊണ്ട് കയ്യിൽ മർദ്ദിച്ചെന്ന് കാട്ടി മാതാപിതാക്കൾ പോലീസിൽ പരാതി നൽകി. കുട്ടിയെ മർദ്ദിച്ചിട്ടില്ലെന്നും ഭൂരിഭാഗം രക്ഷിതാക്കളും പരാതി പറഞ്ഞത് എന്തുകൊണ്ടെന്ന് അറിയില്ലെന്നും അധ്യാപിക ശ്രീകല 24നോട് പറഞ്ഞു. മറ്റു കുട്ടികളുടെ രക്ഷിതാക്കളും സമാനമായ പരാതിയുമായി രംഗത്തെത്തി. അതേപോലെ തന്നെ കുട്ടികൾ മൂത്രമൊഴിക്കാതിരിക്കാൻ വെള്ളം കൊടുക്കുന്നില്ലെന്ന ആരോപണവും അധ്യാപികയ്ക്കെതിരെയുണ്ട്. നാലു വയസ്സുകാരനെ അംഗൻവാടി ടീച്ചർ സ്റ്റീൽ സ്കെയിൽ വെച്ച് മർദ്ദിച്ചതോടെയാണ് കൂടുതൽ രക്ഷിതാക്കൾ പരാതിയുമായി രംഗത്തെത്തിയത്. കഴിഞ്ഞ 6-നാണ് സംഭവം. കുട്ടി പറയുന്നുണ്ട് കൈവേദന ഉണ്ടെന്ന് പറഞ്ഞതിനെ തുടർന്ന് ഞങ്ങൾ അന്വേഷിച്ചപ്പോഴാണ് മോൻ പറയുന്നത് കൈ ഇങ്ങനെ ടീച്ചർ സ്കെയിൽ വെച്ച് അടിച്ചത് കൊണ്ടാണ് കൈവേദന എന്ന്. പിന്നെ മോന് എന്താ പറയാ, മോൻ പേടിച്ചിട്ട് കുട്ടിയൊന്നും ഉറങ്ങുന്നില്ല രാത്രി. കുട്ടിക്ക് ഭയങ്കര മാനസികമായിട്ട് പ്രശ്നങ്ങൾ വരുന്നുണ്ട്. മൂത്രമൊഴിപ്പിക്കാൻ താല്പര്യമില്ലാത്തതിനാൽ കുട്ടികൾക്ക് വെള്ളം കൊടുക്കുന്നില്ലെന്നും പ്രാഥമിക കാര്യങ്ങൾ നിർവഹിക്കാൻ പോലും സഹായം നൽകുന്നില്ല, ഭക്ഷണം നൽകുന്നില്ല, ഇതൊക്കെയാണ് ടീച്ചർക്കെതിരായ പരാതികൾ. ഇതോടെ അംഗൻവാടിയിലേക്ക് പോകാൻ മടിക്കുകയാണ് കുട്ടികൾ പലരും. കുട്ടി അംഗനവാടി ഓടി വന്ന് അപ്പൊ ഞാൻ ചോദിച്ചു, കരഞ്ഞുകൊണ്ട് ഓടി വന്നപ്പോൾ ബാക്കിൽ കൂടെ ടീച്ചറും വരുന്നുണ്ട്. കുട്ടി വീട്ടിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ജനലിന് ഗ്രില്ലില്ല. കുട്ടി ടീച്ചറെ പേടിച്ചിട്ട് ആ ജനല് തുറന്നിട്ട് കുട്ടി പുറത്തേക്ക് എടുത്ത് ചാടി. എന്നിട്ട് കുട്ടി പോയി ബാത്റൂമിൽ ഒളിച്ചിക്കുക. അപ്പൊ ഞാൻ പറഞ്ഞു, ടീച്ചറോട് പറഞ്ഞു നിങ്ങൾ പോയിക്കോളി, എന്താന്ന് ഞാൻ ചോദിച്ചോക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ കുട്ടി പറയുന്നത് ടീച്ചർ അടിച്ചപ്പോൾ ഞാൻ ഓടി വന്നതാണെന്ന്. എന്നാൽ മർദ്ദനം ഉണ്ടായിട്ടില്ലെന്നാണ് ശ്രീകല ടീച്ചർ വിശദീകരിക്കുന്നത്. ഒന്നാമത് ഫുഡ് കഴിക്കുമ്പോൾ അടിച്ചു എന്നാണ് അവർക്ക് കൊടുത്തിട്ടുള്ള പരാതി. ഫുഡ് കൊടുക്കുക ഹെൽപ്പറാണ്. ഞാൻ അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടേ ഇല്ല. അത് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ടാണ് മീറ്റിംഗ് വിളിച്ചിട്ടുണ്ടായിരുന്നത്. അന്ന് ആ മീറ്റിംഗ് നടക്കാതെ പോയി. അപ്പൊ വീണ്ടും നാളെയോ അല്ലെങ്കിൽ മറ്റന്നാളോ മീറ്റിംഗ് നടത്താം എന്നാണ് സൂപ്പർവൈസർ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ആകെ 9 കുട്ടികളുള്ളതിൽ 5 പേരുടെ രക്ഷിതാക്കളും അധ്യാപികയ്ക്കെതിരെ പരാതി നൽകിയിട്ടുണ്ട്. സംഭവത്തിൽ മാറാട് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. 24 കോഴിക്കോട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.